പ്രിയമുള്ളവരെ, പി എൽ ലത്തീഫ് വ്ലോഗ്സിലെ പുതിയൊരു വീഡിയോ കാഴ്ചയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കാഴ്ച ഒരു ട്രാവലിംഗ് വീഡിയോ ആണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ തുടർഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് മലപ്പുറത്ത് നിന്ന് ആരംഭിച്ച് മുട്ടിൽ വരെയുള്ള കാഴ്ചകളായിരുന്നു. ഇതിൽ നമ്മൾ മുട്ടിൽ മുതൽ ഗുണ്ടൽപേട്ട ടച്ച് ചെയ്ത് ഊട്ടി വരെ പോകുന്ന കാഴ്ചകളാണ്. മുത്തങ്ങ വനത്തിലൂടെയുള്ള യാത്രയിൽ ശ്രദ്ധയിൽപ്പെട്ട മനോഹരമായ കാഴ്ചകൾ പരമാവധി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ട്രാവലിംഗ് വീഡിയോ എന്ന നിലക്ക് മുത്തങ്ങ വനത്തിലൂടെ നമുക്ക് സഞ്ചരിക്കുമ്പോൾ കാണാനുള്ള കാഴ്ചകൾ തിങ്ങി നിറഞ്ഞ വനങ്ങളും അതിനിടയിൽ ഓടി നടക്കുന്ന മാനുകളും അപൂർവം ചില സമയങ്ങളിൽ നമുക്ക് വന്യമൃഗങ്ങളെ കാണാൻ സാധിക്കും. പക്ഷേ മുത്തങ്ങ വനത്തിലൂടെ ഉള്ള യാത്രയിൽ കാര്യമായിട്ട് അത്തരം കാര്യങ്ങൾ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷമുള്ള വനത്തിലുള്ള യാത്രയിൽ ഒത്തിരി വിശേഷങ്ങൾ നമുക്ക് കാണാനുണ്ട്. മുന്നോട്ടുള്ള യാത്രയിൽ നമുക്കത് കാണാൻ സാധിക്കും. മുത്തങ്ങ വനത്തിലൂടെയുള്ള യാത്ര മനസ്സിന് ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ നേരിട്ടറിയാൻ കാഴ്ചകളും അതുപോലെ തന്നെ അവിടുത്തെ അന്തരീക്ഷവും മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിക്കും എന്നുള്ളതാണ്. മനസ്സിനുള്ളിൽ എന്തൊക്കെ രീതിയിലുള്ള സമ്മർദ്ദങ്ങളുണ്ടെങ്കിലും മാനസിക പിരിമുറുക്കം നേരിടുന്നവരാണെങ്കിൽ കൂടെ ഇങ്ങനെയൊക്കെയുള്ള യാത്രകളിലൂടെ നമുക്കതിനൊക്കെ മറക്കാൻ സാധിക്കും. മനസ്സൊക്കെ ഒന്ന് റീഫ്രഷ് ആക്കാൻ ഒത്തിരി സഹായകമാണ് ഇതുപോലൊക്കെയുള്ള യാത്രകൾ. പ്രത്യേകിച്ച് കാടിനുള്ളിലൂടെയുള്ള യാത്രകളാവുമ്പോൾ നമുക്ക് ക്ലിയർ ഓക്സിജൻ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഓക്സിജൻ ശ്വസിച്ചുകൊണ്ട് അതിമനോഹരമായ കാഴ്ചകളും ആസ്വദിച്ചുള്ള ഈ യാത്ര പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതൊക്കെ നേരിട്ട് തന്നെ അനുഭവിക്കണം. പ്രിയ പ്രേക്ഷകർ പലരും ഇതുപോലൊക്കെയുള്ള യാത്രകൾ ഇഷ്ടപ്പെടുന്നവരും ഇതുപോലെ ഒത്തിരി യാത്രകൾ ചെയ്തവരുമായിരിക്കും. കാട്ടിനുള്ളിൽ എവിടെയും നമുക്ക് വണ്ടി സ്ലോ ആക്കാനോ പാർക്ക് ചെയ്യാനോ അധികാരമില്ല എന്നുള്ളതാണ്. അങ്ങനെ മറ്റുള്ളവരുടെ നിയമപാലകരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കാര്യമായുള്ള ഫൈന് നമുക്ക് വരും. അതൊക്കെ വന്യമൃഗങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ നൽകുന്ന ഇടങ്ങളാണ്. അവർ ഫ്രീഡത്തോടെ തുള്ളിച്ചാടി നടക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിൽ നമ്മൾ തടസ്സങ്ങൾ നിൽക്കാൻ പാടില്ല. അവരും നമ്മളെപ്പോലെ ഭൂമിയിൽ ജീവിക്കാൻ അവകാശപ്പെട്ടവരാണ് എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയുള്ള യാത്രകൾ ചെയ്യുമ്പോൾ വന്യമൃഗങ്ങളെ ബുദ്ധിമുട്ടിക്കാനും ശല്യപ്പെടുത്താനും വേണ്ടി ശ്രമിക്കരുത്. രണ്ട് കാര്യത്തിൽ അത് ദോഷമാണ്. ഒന്ന്, അവരുടെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുക. രണ്ടാമത്, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിക്കുമ്പോൾ അവർ ക്ഷുഭിതരായി നമുക്ക് നേരെ അക്രമത്തിൻ്റെ ഒരു സ്വഭാവം എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ പ്രതിരോധിച്ച് നിൽക്കാൻ സാധിക്കില്ല. അതിലൂടെ നമുക്ക് അപകടങ്ങൾ സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും മുത്തങ്ങ വനം കവർ ചെയ്ത് നമ്മൾ ഗുണ്ടൽപേട്ടയിലേക്ക് പോവുകയാണ്. ഗുണ്ടൽപേട്ടയിലേക്ക് തൊട്ടടുത്ത സമയം നമ്മൾ എത്തും. അപ്പോൾ ഗുണ്ടൽപേട്ടയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഇരു സൈഡിലുമായിട്ട് ധാരാളം കൃഷികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ റൂട്ടിൽ കണ്ടമാന കൃഷികളുണ്ട്. ഇവിടെ ചെറിയ ഉള്ളി പോലെയൊക്കെയുള്ള പല പല സംഭവങ്ങൾ, വെജിറ്റബിൾ ഐറ്റംസ് പലതും നമുക്കിവിടെ കാണാൻ സാധിക്കും. ക്യാരറ്റ്, അതുപോലെ ബീട്രൂട്ട് പോലെയൊക്കെയുള്ള പല പല സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും റോഡിൻ്റെ ഇരു സൈഡിലുമായിട്ട് സജീവമായിട്ട് കൃഷി നടക്കുന്നു. ആ കാഴ്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മല്ലിക കൃഷിയാണ്. അതിൻ്റെ പുറകിലായിട്ട് ദൂരെയായിട്ട് ഒരു മല തല ഉയർത്തി ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന കാഴ്ചകളും അതിമനോഹരമാണ്. ഒരല്പം കൂടി മുന്നോട്ട് പോയാൽ നമ്മൾ ഗുണ്ടൽപേട്ട ടൗണിലെത്തുകയാണ്. നമ്മൾ ടൗണിൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ടൗണിൽ നിന്നുള്ള ഒരല്പം കാഴ്ചകളാണ്. ഗുണ്ടൽപേട്ട ടൗണിൽ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം വേണം അപകടം പതിയിരിക്കുന്ന വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമായ ബന്ദിപ്പൂർ കാട്ടിലൂടെയുള്ള സാഹസിക യാത്ര ആരംഭിക്കാൻ. തീർച്ചയായും ആ യാത്രയിൽ നമുക്ക്
ഒത്തിരി മൃഗങ്ങളെ ലൈവായിട്ട് കാണാൻ സാധിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മുടെ പ്രതീക്ഷ അതാണ്. അങ്ങനെ ഞങ്ങൾ ഗുണ്ടൽപേട്ട ടൗണിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഞങ്ങൾ ഭക്ഷണം പ്ലാൻ ചെയ്യുന്നത് ഹോട്ടൽ ഉദയം ഭവൻ വെജി റെസ്റ്റോറൻറ്റിലാണ്. എന്തായാലും പാമ്പിനെ തിന്നുന്ന നാട്ടിൽ പോയാൽ നടുക്കഷ്ണം തന്നെ തിന്നണം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതേപോലെ കർണാടകയിൽ വന്നപ്പോൾ കർണാടകയിലെ ഒരു ഉച്ചക്കുള്ള സ്പെഷ്യൽ ഫുഡാണ് താലി എന്ന് പറയും. ഭയങ്കര ഫേമസ് ആണെന്നാണ് പറഞ്ഞു കേട്ടുള്ളത്. അപ്പോൾ എന്തായാലും കംപ്ലീറ്റ് വെജിറ്റബിൾ ആയതുകൊണ്ട് അതിൻ്റെ ഒരു രുചിയൊന്നും അറിയാനുള്ള പരിപാടിയിലാണ് ഞാനും എൻ്റെ സുഹൃത്തുക്കളും. ഞങ്ങൾ 8ഓളം സുഹൃത്തുക്കളുണ്ട്. അതിൽ 2 പേര് മാത്രമാണ് നാട്ടിലുള്ളത്. ബാക്കി 6 പേരും പ്രവാസി സുഹൃത്തുക്കളാണ്. ഏകദേശം എല്ലാവരും സമപ്രായക്കാരാണ്. അതുകൊണ്ട് തന്നെ പ്രവാസികളായതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കൂടി ഭക്ഷണം കഴിക്കാനും യാത്ര ചെയ്യാനെന്നുള്ള അവസരങ്ങൾ കുറവായിരിക്കും. അങ്ങനെ ആ ഒരു കുറവിനെ നികത്താൻ വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ ഒരു ടൂർ പ്ലാൻ ചെയ്തത്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെല്ലാവരും ഉണ്ട്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, വളരെ രുചികരമായ ഭക്ഷണം തന്നെയാണ്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. എന്തായാലും ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ മുന്നോട്ടുള്ള യാത്രയാണ്. ആ യാത്രയിൽ നല്ല സൂര്യകാന്തി ചെടികൾ ധാരാളമായിട്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗം കണ്ടു. ഇതിലൂടെ പോകുന്ന ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ ഒന്ന് ഇറങ്ങി, ഈ തോട്ടത്തിലൊക്കെ ഒന്നിറങ്ങി 1-2 സെൽഫി അടിക്കാതെ തിരികെ പോകില്ല എന്നുള്ളതാണ്. എന്തായാലും ആ ശീലം ഞങ്ങളും തെറ്റിച്ചിട്ടില്ല. ഞാനും സുഹൃത്തുക്കളൊക്കെ ആ തോട്ടത്തിലിറങ്ങി ഞങ്ങളും എടുത്തു ഒരല്പം ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. അങ്ങനെ പ്രിയമുള്ളവരെ, നമ്മൾ കർണാടകയോട് യാത്ര പറയുകയാണ്. ഇനി തമിഴ്നാട്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ്. മുതുമല ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് ബന്ദിപ്പൂർ കാട്ടിലേക്ക് നമ്മളെ വെൽക്കം ചെയ്യാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് മറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഉപേക്ഷിക്കരുത് വനത്തിനുള്ളിൽ. അതുപോലെ തന്നെ വനത്തിനുള്ളിൽ വാഹനം നിർത്തി മറ്റുള്ള മൃഗങ്ങളെ കാണാനോ അല്ലെങ്കിൽ വാഹനം നിർത്തി മറ്റുള്ള കാര്യങ്ങൾക്കോ വേണ്ടി സമയം ചെലവഴിക്കരുത്. അതൊക്കെ ശിക്ഷാർഹമാണ്. അതൊക്കെ കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള വാണിംഗ് ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ജീവൻ രക്ഷയ്ക്ക് തന്നെയാണ്. നമ്മുടെ ജീവൻ സുരക്ഷിതമാക്കണം. ഓരോ പൗരൻ്റെയും ജീവിതം അല്ലെങ്കിൽ ഓരോ ടൂറിസ്റ്റിൻ്റെയും ജീവൻ പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്നൊരു തിരിച്ചറിവൊക്കെ തന്നെയാണ്. പലപ്പോഴും നമ്മളൊക്കെ ആവേശത്തിൻ്റെ പുറകെ നമ്മളതൊന്നും കാര്യമാക്കാറില്ല. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫസ്റ്റ് തന്നെ നമുക്ക് കണി കണ്ടത് കാട്ടാനകളെയാണ്. 2 പേര് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. കുറേ ദൂരെയായിട്ടാണ്. ഞങ്ങളും തന്നെ എന്ത് ചെയ്തിട്ടില്ല, നിയമങ്ങളും തെറ്റിക്കാതെ വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അവരെ പരമാവധി സൂം ചെയ്തുകൊണ്ടും പുറത്ത് ചെറിയ രീതിയിൽ മഴ ചാറലുണ്ട്, അതിൻ്റെ ഒരു ക്ലിയർ കുറവുണ്ടാവും. ബന്ദിപ്പൂർ വനത്തിലൂടെയുള്ള യാത്രയിൽ ആദ്യം നമുക്ക് കണിയൊരുക്കിയത് കാട്ടാനകളാണെങ്കിൽ തൊട്ടുപിറകിലായിട്ട് ഒരു പറ്റം മാൻകൂട്ടങ്ങളാണ്. ഒന്നല്ല, ഒത്തിരിയുണ്ട്. അവരങ്ങനെ നിരനിരയായിട്ട് സ്വതന്ത്രമായിട്ട് കാട്ടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് അവർക്കുള്ള ഭക്ഷണം തേടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവകാശപ്പെട്ടതാണ് കാട്. അതും കൂടി കാഴ്ചക്കാരായിരിക്കുന്ന ടൂറിസ്റ്റുകളായിരിക്കുന്ന നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെപ്പോഴും കാണാത്ത സംഭവങ്ങളെ കാണുമ്പോൾ നമുക്കൊരു ആവേശം സ്വാഭാവികമാണ്. അതെന്ന് കരുതി നമ്മളെ ആവേശത്തിലും നമ്മുടെ സന്തോഷങ്ങളിലും അവരുടെ സന്തോഷത്തെ, അവരുടെ സ്വൈരവിഹാരത്തെ തകർക്കാതിരിക്കാനൊക്കെ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനിയും തുടർന്ന് പലതും നമുക്ക് കാണാനുണ്ട്. നമ്മൾ മുന്നോട്ട് തന്നെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരല്പം കൂടെ മുന്നോട്ട് വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് നീലഗിരി ജില്ലയിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്ന കാഴ്ചകളാണ്. അപ്പോൾ ഇനി നമ്മൾ കടന്നു പോകുന്നത്, ഈ വനത്തിലൂടെ കടന്നു പോകുന്നത് നീലഗിരി ജില്ലയിലൂടെയാണ്. അവിടേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്ന കാഴ്ചകളും അതുമായി ബന്ധപ്പെട്ട കവാടങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. പ്രിയമുള്ളവരെ, മറ്റുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. കാട്ടിലൂടെ വനത്തിലൂടെയുള്ള സഞ്ചാരമായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങി ഉൾക്കാട്ടിലേക്ക് കയറാനോ ഇവിടെ നിന്ന് ഓരോരോ സംഭവങ്ങളും വ്യത്യസ്തമായ ഒപ്പിയെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കില്ല. കാരണം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ നിരന്തരമായ നിരീക്ഷണം വനത്തിനുള്ളിലൂടെയുള്ള റോഡിലൊക്കെ ഇടവിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ നിരന്തരമായിട്ട് ഓരോ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, നിയമങ്ങൾ നമുക്കെല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. നിയമം നമ്മൾ പാലിക്കുക തന്നെ വേണം. ആ നിയമത്തിനുള്ളിൽ നമുക്കും
വനത്തിനും അതുപോലെ തന്നെ വനത്തിനുള്ളിൽ വസിക്കുന്ന വനത്തിൻ്റെ യഥാർത്ഥ അവകാശികളായിരിക്കുന്ന വന്യമൃഗങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. അപ്പോൾ അവർ അവരുടെ ലോകത്ത് സ്വതന്ത്രമായിട്ട് ഉല്ലസിച്ച് ജീവിക്കട്ടെ. നമ്മളെപ്പോലെ നമ്മളും ഉല്ലസിക്കാൻ വന്നതാണല്ലോ. സ്വാഭാവികമായിട്ടും നമ്മളെപ്പോലെ ഉല്ലസിക്കാനുള്ള അവകാശം അധികാരം വന്യമൃഗങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അവർ സ്വതന്ത്രമായി ജീവിക്കുന്നത് കണ്ട് മനസ്സുകൊണ്ട് സന്തോഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഞങ്ങളെന്തായാലും ഒരു വാഹനത്തിലൂടെയുള്ള യാത്രയാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾ, ഞങ്ങളുടെ പഴയകാല സുഹൃത്തുക്കളായി മാറിയ ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു യാത്ര പോകുക എന്നുള്ളതാണ്. ആ യാത്രയിലുടനീളം നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ച് വനത്തിലൂടെയുള്ള യാത്രകളിലൊക്കെ നമ്മളെല്ലാവരും പോയാലും കാണുന്നത് ഇതൊക്കെ തന്നെയാണ്. വനത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് അതിലങ്ങനെ സ്വതന്ത്രമായിട്ട് നടക്കുന്ന വന്യജീവികളെ, നമ്മളെപ്പോഴും നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കാത്ത ജീവികൾ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് മനസ്സിന് സന്തോഷം നൽകി മാനസിക പിരിമുറുക്കങ്ങളും നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ മറന്ന് മറ്റൊരു ലോകത്തേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകാനൊക്കെ ഇതുപോലൊക്കെയുള്ള യാത്രകൾ നമ്മളെ സഹായിക്കാറുണ്ട്. അതുപോലെയുള്ള ഒരു യാത്ര തന്നെയാണ്. അങ്ങനെ ഒരു യാത്ര മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്കും കൂടി എത്തിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന മാന്യപ്രേക്ഷകർക്ക് ഇത് ഉപകാരപ്രദമാകും എന്നൊരു തിരിച്ചറിവാണ് ഇങ്ങനൊരു വീഡിയോയ്ക്ക് പ്രചോദനം. ബന്ദിപ്പൂർ ഫോറസ്റ്റ് വിശാലമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു കൊടും വനം തന്നെയാണ്. അപ്പോൾ ആ യാത്രയിലുടനീളം നമുക്ക് പല പല മൃഗങ്ങളും കാണാൻ സാധിക്കും. ഓരോരോ മൃഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകമായിട്ട് ബോർഡുകൾ എഴുതിയിട്ടുണ്ട്. സൂക്ഷിക്കുക, ശ്രദ്ധിക്കേണ്ട ജീവികൾ അവിടെ ഉണ്ടാകും. കടുവ ഇറങ്ങുന്ന ഭാഗം, അതുപോലെ കരടി ഇറങ്ങുന്ന ഭാഗം, ആനകൾ ഇറങ്ങുന്ന ഭാഗം. മാനുകൾ ധാരാളമായിട്ട് മേഞ്ഞ് നടക്കുന്നുണ്ട്. അവർ പാവം ജീവികളാണ്. അവർ മനുഷ്യനോട് ഇടപഴകി ജീവിക്കാൻ താല്പര്യമുള്ളവർ. മനുഷ്യനെ കണ്ടാൽ അവർ ഭയപ്പെടുന്നില്ല. നമ്മളൊക്കെ യാത്രക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ വല്ലതും കിട്ടുന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചും, അതല്ലെങ്കിൽ അവരുടെ സ്വന്തം ഭൂമിയായ സ്വർഗ്ഗഭൂമിയായ വനത്തിനങ്ങനെ അവർ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുന്നതൊക്കെയായി കൂട്ടം കൂടി നടക്കുന്നതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതൊക്കെ തന്നെയാണ് ഫോറസ്റ്റിലൂടെയുള്ള യാത്രയിൽ നമുക്ക് കാണാനുള്ളത്. ഇപ്പോൾ തൊട്ട് മുമ്പായിട്ട് നമ്മൾ കണ്ടത് ആന ഇറങ്ങാൻ ചാൻസ് ഉള്ള ഏരിയ എന്നാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ആകാശമുട്ടെ ഉയർന്നു നിന്ന് ആകാശത്തോട് മേഘങ്ങളോട് അടക്കം പറഞ്ഞ് നിൽക്കുന്ന ഒത്തിരി മലകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനിടയിൽ ചെറിയ ചെറിയ അരുവികൾ ഒക്കെയായി ബന്ധപ്പെട്ട് ഒരുപാട് കാഴ്ചകളുണ്ട്. കടന്നു പോകുന്ന വഴികളിലും ചില മക്ബറകൾ കാണുന്നു. ഇങ്ങനെയൊക്കെയാണ് ബന്ദിപ്പൂർ കാട്ടിലൂടെ ഞങ്ങൾ ഇവിടുന്ന് മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോവാണ്. ഒരാളും കൂടെ ഒരു കാട്ടാനയെ നിങ്ങളവിടെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ഇതിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും നമ്മൾ കാണുന്നത് മാനുകൾ, അതുപോലെ കുരങ്ങന്മാർ, അതുപോലെ തന്നെ ആനകളൊക്കെയാണ്. പ്രിയമുള്ളവരെ, ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത്. ഇഷ്ടമായ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.